എൻ്റെ കൊളസ്ട്രോൾ ആക്ച്വലി കൂടുതലാണ്, ബോർഡർ ലൈനാണ് ആക്ച്വലി എനിക്ക് കൊളസ്ട്രോൾ. സോ ഓക്കെ ഗൈസ്, ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ 100 days ബൾക്കിംഗ് സീരീസാണ്. ആക്ച്വലി ഞാനൊരു കാര്യം മെൻഷൻ ചെയ്യാൻ പറഞ്ഞത്, ഞാൻ ഡേർട്ടി ബൾക്കിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ലീൻ ബൾക്കിംഗ് ആണ് എൻ്റെ എയിം ഇത്തവണത്തെ. സോ ഞാൻ ബൾക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോപ്പറായിട്ട് റീസെർച്ച് ചെയ്യുക, പ്രോപ്പറായിട്ട് എൻ്റെ ഫിസിക്ക് എനിക്ക് മനസ്സിലാക്കുക, പ്രോപ്പറായിട്ട് എൻ്റെ ബോഡി കോമ്പോസിഷൻ, എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്, എനിക്ക് എത്ര ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് ഒരു അച്ചീവ് ചെയ്യണം, എൻ്റെ ഐഡിയൽ ബോഡി വെയ്റ്റ് എത്രയാണ്, എൻ്റെ ഗോൾ എത്രയാണ്, എനിക്ക് എത്ര ബോഡി വെയ്റ്റ് അച്ചീവ് ചെയ്യണം എന്ന് പ്രോപ്പറായിട്ട് ഞാൻ റീസെർച്ച് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് പറയുന്നത് ആക്ച്വലി. സോ ഫസ്റ്റ് തിങ്സ് ഞാൻ ചെയ്തത് ഈ ബൾക്കിങ്ങിന് മുന്നേ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ഫുള്ള് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ജനറ്റിക്കലി പ്രിഡിസ്പോസ്ഡ് ആണ് ഹൈ കൊളസ്ട്രോളിന്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു റിസ്ക് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് ഞാൻ ചെയ്തത് നിങ്ങൾ പ്രായമായിട്ട് പറഞ്ഞത് തന്നെ എൻ്റെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക, എൻ്റെ ക്രിയാറ്റിൻ ലെവൽ ചെക്ക് ചെയ്യുക, ഫുൾ ബ്ലഡ് കൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ അത് ഇറ്റ് വർക്ക് ഫോർ മീ ആക്ച്വലി. ഞാനത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കൊളസ്ട്രോൾ ആക്ച്വലി കൂടുതലാണ്, ബോർഡർ ലൈനാണ് ആക്ച്വലി എനിക്ക് കൊളസ്ട്രോൾ. സോ ഞാൻ എൻ്റെ ഡയറ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനെ ബേസ്ഡ് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ കഴിക്കുന്ന മീൽസ് അതിനനുസരിച്ച് ഞാൻ തന്നെ പ്ലാൻ ചെയ്തേക്കുന്നതാണ്. സോ ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ചിട്ട് പ്രോട്ടീനും ബാക്കി കാലറീസും കൂട്ടി അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഡയറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫാറ്റ് കണ്ടന്റ് മാക്സിമം ഫാറ്റ് കൺസംഷൻ കുറയ്ക്കാനായിട്ട് ഒരു ഐഡിയൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബൾക്ക് ചെയ്യുക എന്നുള്ളതാണ് ഗോള്. മാക്സിമം ഫാറ്റ് ഗെയിൻ കുറയ്ക്കുക, മസിൽ ഗെയിൻ കൂട്ടുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. നെക്സ്റ്റ് 100 days അങ്ങനെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ 3 days വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഇവിടെ NHS-ൽ. സോ ആ 3 days മാക്സിമം ഒരു നേഴ്സാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല നേരത്തെ. ഓക്കെ, ഹെൽത്ത് കെയറിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. സോ ആ 3 days എനിക്ക് പ്രോപ്പറായിട്ട് ഒരു വീട്ടിലിരിക്കുന്ന പോലത്തെ പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്തും സംഭവിക്കാം. സോ ബിസി ആയിരിക്കാം ഡ്യൂട്ടി. സോ എനിക്ക് അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളിൽ ഡയറ്റ് ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നത് കാരണം തുടങ്ങിയല്ലേ ഉള്ളൂ. നമുക്ക് മാക്സിമം ഗോൾ അച്ചീവ് ചെയ്യാം. മാക്സിമം നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഇത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതൊരു പ്രോസസ്സാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സോ ഞാനിപ്പോൾ ഞാൻ എൻ്റെ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഐ വാസ് അബൌട്ട് ടു റൺ ത്രൂ എ റെഡ് ലൈറ്റ്. ഗുഡ് ഗോഡ്. പറഞ്ഞാൽ ഇപ്പം ഞാൻ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന വർക്കൗട്ട് സ്പ്ലിറ്റും പുഷ് പുൾ ലെഗ് വർക്കൗട്ട് സ്പ്ലിറ്റാണ്. കാരണം എൻ്റെ ടൈമിംഗ് വെച്ച് എനിക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇന്ന് ഞാൻ എടുക്കുന്ന മീല് ഇതുവരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, മിഡ് ഡേ, ലഞ്ച്, സോ ഐ ഹാവ് ടേക്കൺ 4 meals സോ ഫാർ. ഇതുവരെ ഞാൻ 4 meal എടുത്തിട്ടുണ്ട്. ഇനി 2 meal കൂടെ ഉണ്ട് ഈ ദിവസം എൻ്റെ ലീൻ ബൾക്കിൻ്റെ പാർട്ടായിട്ട്. ഇപ്പോഴും നമ്മളൊരു ഇൻട്രൊഡക്ടറി ഫേസിൽ തന്നെ നിൽക്കുകയാണ്. ഞാനിപ്പോൾ എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യുന്നു, എങ്ങനെ ഞാൻ എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഫോളോ മീ ആൻഡ് സപ്പോർട്ട് മീ. കാരണം ഈ 100 days അപ്പുറം ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് ടു എവരിബഡി ദാറ്റ് വി ക്യാൻ ഡു ഇറ്റ് ടുഗദർ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അടുത്ത വീഡിയോകളിൽ ഞാൻ കുറച്ചും കൂടി ഇൻ ഡെപ്ത് എൻ്റെ പ്രോട്ടീൻ ഗോൾ എത്രയാണ്, എൻ്റെ കാലറി ഇൻടേക്ക് എത്രയാണ്, എൻ്റെ ഐഡിയൽ ഫാറ്റ് കൺസപ്ഷൻ ഡെയിലി എത്ര ഗ്രാമാണ്, പിന്നെ എൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റ് എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെ വർക്കൗട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ജിമ്മിലെത്തി. I'm about to get in. Bye bye.
ടേക്ക് കെയർ.